നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇക്കഴിഞ്ഞ 2023 നടന്ന 10th ലെവൽ പ്രിലിമിനറിയുടെ സ്റ്റേജ് 2 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളുമാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ച് 25 അവസാനിച്ചത്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏത്? പാഞ്ചാലി ശബദം, എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി, ഇതെല്ലാം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത്? അവകാശ സംരക്ഷണമാണ് നിർബന്ധിത ചുമതല. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റേതാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ് ലു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ 4 ഭാഗങ്ങളിൽ ഏതൊക്കെയാണെന്നുള്ളത്: കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. നദികളിൽ നിന്നുള്ള എക്കൽ അണിഞ്ഞ് ഫലഭൂഷ്ടമായ മണ്ണുകളാണ് സമതലത്തിലുള്ളത്. അതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ സമതലങ്ങളാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യക്കലവറ. ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് സമതലങ്ങളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഓപ്ഷൻ എ ആണ്, ഛാറിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. വേലിയോർജം, ജൈവവാതകം, സൗരോർജം. 2, 3, 5 ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് എന്ന് പറഞ്ഞാൽ റാബി വിളയോ സേത് വിളയോ വരുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. വരുന്ന ഓപ്ഷൻ ഡി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. ഇത് ശരിയാണോ? ശരിയല്ല. ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ബ്രസീലിനാണ്. അപ്പോൾ തെറ്റേതാണ്? ഓപ്ഷൻ സി. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് എന്നാണ്? 2023 ജൂലൈ 14. സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44ാമത്തെ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ ബി. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഓപ്ഷൻ ബി. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബംഗാളിയാണോ സംസ്കൃതമാണോ? ബംഗാളിയാണ് ആൻസർ. അതിൽ കുറച്ച് സംസ്കൃത വേർഡ്സും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന.
ഹെറിറ്റേജ് ആനിമൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഏതാണ്? 226. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. INA രൂപീകരിച്ചത് ആരായിരുന്നു? ആരാണ് INA രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാനമായ ISRO രൂപീകൃതമായ വർഷം 1969. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ്? അതായത് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആരാണ്? VP മേനോൻ. കമ്മീഷന്റെയാണ് ചോദിച്ചേക്കുന്നത് VP മേനോൻ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് കുന്തിപ്പുഴ. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകൾ. ഓപ്ഷൻ C. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള ജില്ലയാണ് കണ്ണൂർ. ഓപ്ഷൻ A. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? ബാണാസുര സാഗർ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ആരാണ്? അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തിനോട് അനുബന്ധിച്ചുള്ളതാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ജാതിക്കുമ്മിൽ. പണ്ഡിറ്റ് കറുപ്പന്റെ കൃതി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിഭായ് ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹം. ഇത് രചിച്ചത് സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ ആണ് ഈ 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ആരാണ്? ആനി ബെസന്റ്.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഏതാണ് ബാക്ടീരിയ രോഗം അല്ലാത്തത്? ഹെപ്പറ്റൈറ്റിസ്. അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി വളരുന്നതാണ് ഗോയിറ്റർ. കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്നത്. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? ശലഭം. ശലഭം പദ്ധതി എന്ന് പറഞ്ഞാൽ മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കേരള സർക്കാരിൻ്റെ കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം. DDT പറ്റി പ്രതിപാദിക്കുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം പരിസ്ഥിതി പുനഃസ്ഥാപനം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോ. ഓപ്ഷൻ സി. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണികകളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ശരിയാണല്ലോ. പ്രോട്ടോൺ ചാർജ് ഇല്ല, ശരിയാണോ? തെറ്റ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ശരിയാണ്. ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇലക്ട്രോണും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും 1, 3. ഓപ്ഷൻ എ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏതിൻ്റെയാണ്? സിങ്കിന്റെ. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്. ജലത്തിലെ ഘടകമൂലകങ്ങൾ H2O അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം? തെർമോപ്ലാസ്റ്റിക്കും സെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം PVC. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്റർ വികിരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സവിശേഷത അല്ലാത്തത്. ഒരു വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ശരിയാണ്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ശരിയാണോ? അല്ല. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ശരിയാണോ? അല്ല. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ശരിയാണ്. അപ്പോൾ ഏതൊക്കെ തെറ്റായിട്ടുള്ളത്? 2ഉം 3ഉം. ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് 27 മണിക്കൂറും 3/1 ദിവസം. 27 ദിവസവും 27 3/1 ദിവസം. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏത് ചലനമാണ്? പെൻസിൽ കോമ്പസിൽ വൃത്താകൃതിയിലല്ലേ പോകുന്നത്? വർത്തുള ചലനം. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ? വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് നീരാവി ആയിരിക്കുമ്പോഴാണ്. നെക്സ്റ്റ് മാത്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9876 മൈനസ് 3789. ആൻസർ ഓപ്ഷൻ എ. 16, 24, 32 എന്നീ സംഖ്യകളുടെ ലസാഗു. ഇതെല്ലാം അടങ്ങുന്ന ഏറ്റവും
ചെറിയ സംഖ്യയല്ലേ, അപ്പോൾ ഏതാണ് 96. 4-1, 8-1, 16-1 കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 16-7. 19/125 ദശാംശ രൂപം. ആൻസർ ഓപ്ഷൻ എ 0.152. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9/100 × 625/81. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ടിന് പുറത്തെടുക്കുമ്പം 9 എന്നുള്ളത് 3 ആവും, 100 എന്നുള്ളത് 10 ആവും. അപ്പോൾ 3/10 × 625 എന്നുള്ളത് 25 ആവും, 81 എന്നുള്ളത് 9 ആവും. കട്ട് ചെയ്ത് പോകുമ്പോൾ ആൻസർ കിട്ടുന്നത് 5/6. 5 പേരുടെ ശരാശരി വയസ്സ് 12 ആണ്. അതിൽ ഒരു കുട്ടിയുടെ വയസ്സ് 8 ആയാൽ ബാക്കി 4 പേരുടെ ശരാശരി വയസ്സ് എത്ര? 5 പേരുടെ ശരാശരി 12. 12 ആകുമ്പം അവരുടെ ആകെത്തുക വരുന്ന എത്ര? 12 × 5 60 വരും. അതിൽ ഒരു കുട്ടിയുടെ വയസ്സ് 8. 60-ൽ നിന്ന് 8 കുറയ്ക്കുക, എത്ര കിട്ടുന്നത്? 52. 52 എന്ന് പറയുന്നത് ബാക്കി 4 പേരുടെ വയസ്സാണ്. അപ്പോൾ ഓരോരുത്തരുടെ വയസ്സ് എത്ര ആയിരിക്കും? 52-നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് 13. 5000 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ 4300 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? എത്ര രൂപയാണ് കുറഞ്ഞത്? 5000-ൽ നിന്ന് 4300 ആകുമ്പോൾ 700. 700/5000 × 100 ചെയ്യുമ്പം 14 കിട്ടും. 160 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് ഈ തീവണ്ടിക്ക് എന്ത് സമയം വേണം? അറിയാലോ സ്പീഡ്. ഇത് km/h ആണ് തന്നിരിക്കുന്നത്, ഇത് മീറ്റർ ആണ്. യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. ആൻസർ 8 സെക്കൻഡ്. 8, 12, 16 എന്നീ സംഖ്യകളുടെ ഉത്സാഹം. ഇതിൽ 3-ൽ അടങ്ങുന്ന ഏറ്റവും വലിയ ഘടകം ഏതാണ്? 4. 21² 441 ആയാൽ റൂട്ട് 4.41-ൻ്റെ വില എത്ര? 4.41-ൻ്റെ ഇവിടെ 2 പൊസിഷനാണുള്ളത്. റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1 ആവും. അപ്പോൾ ആൻസർ 2.1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലസ് ഈസ് ഈക്വൽ ടു ഡിവിഷൻ ഓപ്പറേഷൻ. ഡിവിഷൻ ഈസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഈക്വൽ ടു പ്ലസ്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ 4 എന്ന് കിട്ടും. 5, 8, 13, 20 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 5-ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 8, 8-ൻ്റെ കൂടെ 5 കൂട്ടുമ്പം 13, 13-ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 20, 5, 3, 5, 7, 9 അങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പോൾ 20-ൻ്റെ കൂടെ 9 കൂട്ടുമ്പം 29. റോഡ് കിലോമീറ്റർ, ശർക്കര ഏതാ? കിലോഗ്രാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 11, 13, 15, 17 ഏതാണ്? ഇത് 11, 13, 17 പ്രൈം നമ്പേഴ്സാണ്. 15 പ്രൈം നമ്പർ അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 15 ആണ് വരുന്നത്. രാമുവിന് 9 വയസ്സും രാജന് 10 വയസ്സും രവിക്ക് 11 വയസ്സുമുണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 48 ആകും? രാമുവിന് 9, രാജന് 10, രവിക്ക് 11. ഇപ്പോഴത്തെ തുക എത്രയാണ് വരുന്നത്? അപ്പോൾ 9ഉം 10ഉം 11 കൂട്ടുമ്പോൾ 30 വരും. എത്ര വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ വയസ്സുകളുടെ തുക 48 ആകുന്നതെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ 48-ൽ നിന്ന് 30 കുറയ്ക്കുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 3 പേർക്കും വയസ്സ് കൂടുമല്ലോ. അപ്പോഴും 18-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 6. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അരുണിൻ്റെ റാങ്ക് 30 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അരുണിൻ്റെ സ്ഥാനം എത്രയാണ്? 50 ഉള്ള ക്ലാസ്സിൽ അരുണിന് മുൻപിൽ നിന്ന് 30 ആണ്. അപ്പോൾ പുറകിൽ ബാക്കി എത്ര പേരുണ്ട്? 20 പേരുണ്ട്. 20 പേരുടെ മുമ്പിലാണ് അരുൺ നിൽക്കുന്നത്. അപ്പോൾ അരുൺ ഒരാൾ. അങ്ങനെ ആകുമ്പോൾ 21. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഏത്? സമചതുരം, ചതുരം, ത്രികോണം, ന്യൂനകോൺ. ഏതാണ്? ന്യൂനകോൺ. ഒരു കോഡ് ഭാഷയിൽ ക്യാറ്റിനെ 24 എന്ന് എഴുതാമെങ്കിൽ റാറ്റിനെ എങ്ങനെ എഴുതാം? ക്യാറ്റ് സിയുടെ ലെറ്റർ 3rd പൊസിഷനിലാണ് സി വരുന്നത്. എ ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. ടി 20ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. 20ഉം 1ഉം
3 അങ്ങനെയാണ് 24. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ വാല്യൂ എത്ര? 18, A1 19, T 20. 19ഉം 20ഉം 39. ഓപ്ഷൻ ബി. 1, 8, 27, 64 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1ൻ്റെ ക്യൂബ് 1 തന്നെ, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64. അടുത്ത 5ൻ്റെ ക്യൂബാണ് വരേണ്ടത്. 5ൻ്റെ ക്യൂബ് എത്രയാണ്? 125. ഒരു അതിവർഷത്തിൽ ഫെബ്രുവരി 1 വ്യാഴാഴ്ച ആയാൽ മാർച്ച് 2 ഏത് ദിവസമായിരിക്കും? അതിവർഷമാണ്. സാധാ വർഷത്തിലെ ഫെബ്രുവരി 1 തന്നെയായിരിക്കും മാർച്ച് 1 വരുന്നത്. അതിവർഷമാകുമ്പോൾ ഫെബ്രുവരി 1 വ്യാഴമാണെങ്കിൽ മാർച്ച് 1 വെള്ളിയായിരിക്കും. മാർച്ച് 2 ചോദിച്ചിരിക്കുന്നത്. മാർച്ച് 2 ഏത് ദിവസമായിരിക്കും? അപ്പം ശനിയാഴ്ച ആയിരിക്കും. അപ്പം അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് കാണാം. താങ്ക് യു.